وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا وحبيبنا ومولانا وهادينا ومجتبانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. نحمدك يا الله أنت الذي خلقتنا وصورتنا فأحسنت صورنا. أنت المستحق لأن يحمد ويشكر. صلى الله عليك يا رسول الله. قد أديت الأمانة وبلغت الرسالة وكشفت الأمة ونصحت الأمة. ألف ألف صلاة وسلام عليك يا سيدنا يا رسول الله. النظرة يا رسول الله. الصلاة والسلام عليك يا سيدنا يا رسول الله. ബഹുമാനപ്പെട്ട ഈ മഹത്തായ യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ, അതുപോലെ ഈ വേദിയിൽ ഉപവിഷ്ടരായ ബഹുമാനപ്പെട്ട സുന്നി സെന്ററിന്റെ ഉസ്താദുമാരായ ഇബ്രാഹിം ഫൈസി, ആദരണീയനായ മുസ്തഫ ഉസ്താദ്, ബഹുമാന്യനായ ഹക്കീം ഫൈസി ഉസ്താദ്, അതുപോലെ വേദിയിൽ ഉപവിഷ്ടരായ പ്രഗത്ഭരായ നേതാക്കൾ, ഇവിടെ ഒരുമിച്ച് കൂടിയ മോമിനീങ്ങൾ, സഹോദരങ്ങൾ, അള്ളാഹു ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം പരിശുദ്ധമായ സമയം ഇവിടെ ഒരുമിച്ചുകൂടാൻ, അതും അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ പേരിൽ അവൻ പൊരുത്തപ്പെട്ട മഹാന്മാരെ അനുസ്മരിക്കാൻ ഒരുമിച്ചുകൂടാൻ നമ്മളെ തൗഫീഖ് നൽകി അനുഗ്രഹിച്ചതുപോലെ അവരുടെ മഹനീയ തണലിൽ സ്വർഗത്തിലും അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ പാപങ്ങളും ദോഷങ്ങളൊക്കെ വൃത്തിയാക്കി പരിശുദ്ധവും പരിപാവനവുമായ മുത്തമുഅ്മിനീങ്ങളുടെ പട്ടികയിൽ അള്ളാഹു നമ്മളെ പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ആമുഖം നീട്ടിപ്പരത്തി പറയേണ്ട ആവശ്യമില്ലാത്ത വിധം വളരെ വിശദമായ സ്വാഗത പ്രസംഗം ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല സമയവും വളരെ പരിമിതമാണ്. പ്രഗത്ഭരായ ഉസ്താദുമാരൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ ഇത് നീട്ടിക്കൊണ്ടുപോകലും ഉചിതമല്ല. അതുകൊണ്ട് തന്നെ ഏതാനും ചില വാക്കുകൾ മാത്രം പറഞ്ഞ് ഞാൻ വേഗം അവസാനിപ്പിക്കുകയാണ്. കർണാടകയിലെ സ്ഥലത്തിന്റെ പേര് കുംബ്രയിലെ KIC എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനത്തിൽ പലവരും പോയി പ്രഭാഷണം നടത്താനും അവിടുത്തെ കാര്യങ്ങളൊക്കെ നേരിട്ട് പങ്കുവെക്കാനും അല്ലാഹു അവസരം തന്നിട്ടുണ്ട്. ഞങ്ങൾ പല സുഹൃത്തുക്കളും അവിടെ ജോലി ചെയ്തത് കാരണവും അവിടുത്തെ സംഘാടകരോടുള്ള അമിതമായ അവേദ്യമായ ബന്ധവും കാരണം പലപ്പോഴും അവിടെ ചെല്ലാനും അവിടുന്ന് സംബന്ധിക്കാനും സാധിച്ചതോടൊപ്പം അതിന്റെ ഒരു പരിപാടിയിൽ കർണാടകയുടെ ഈ സെഷനിൽ നിങ്ങളോടൊപ്പം സംബന്ധിക്കാൻ അല്ലാഹു തൗഫീഖ് എന്നതിനെ ഞാൻ പടച്ചതമ്പുരാന് സ്തുതി അർപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. സംഘാടകരോട് പ്രത്യേകം നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഇവിടെ സ്വാഗതം പറഞ്ഞ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ്, അദ്ദേഹത്തിന്റെ നാട്ടിൽ ശംസുൽ സ്മരണത്തിന്, അതുപോലെ 2 ദിവസം മുമ്പ് കല്ലകയിലും കബക്കയിൽ ഒരുപാട് ഏതാണ്ട് 5000-ഓളം ആളുകൾ സംബന്ധിച്ചിട്ടുണ്ടാവുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. പരിസരം മുഴുവനും നിറഞ്ഞു കവിഞ്ഞ് സ്റ്റേജിന്റെ ബാക്ക്ഗ്രൗണ്ട് വരെ ആളുകൾ നിറഞ്ഞെന്ന വലിയൊരു പരിപാടി. ഏതാണ്ട് 10-30,000 വാട്സ് വരുന്ന മൈക്കിന്റെ ശബ്ദം തന്നെ എല്ലാവരും എത്തുന്നില്ലെന്ന് അത്രയും ആളുകളുണ്ടായ ഒരു പരിപാടി. കർണാടക ജനങ്ങളുടെ മാനസിക വികാരം ഇളക്കിമറിക്കുന്ന രീതിയിൽ CM അടവൂരിനെ പറ്റി വളരെ മോശമായ ഒരു മൂലയിൽ വന്ന് പ്രസംഗിച്ചതാണ് അത്രയും ആളുകൾ കൂടാൻ കാരണമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഏതായാലും കർണാടകയിൽ എന്ന് മാത്രമല്ല, ഇന്നലെ ഇവിടുത്തെ വന്നത് സാധാരണ നമ്മൾ കാലിക്കറ്റുന്ന വരില്ലെങ്കിലും ഇന്നലെ തിരുവനന്തപുരം എയർപോർട്ട് വഴിയാണ് വരാൻ വിധിയുണ്ടായത്. കാരണം മറ്റൊന്നുമല്ല, തിരുവനന്തപുരത്ത് അവിടെയും മുജാഹിദുകളുടെ അതിശക്തമായ കടന്നുകയറ്റം, എല്ലാ ഗ്രൂപ്പുകളും വന്ന് മാറി മാറി പ്രസംഗിക്കുകയാണ്. അവർക്കും പറയാനുള്ള കംപ്ലൈന്റുകൾ. നമ്മുടെ മഹാന്മാരായ ആളുകൾ, നമ്മൾ ഏറ്റവും ആദരിക്കുന്നത് ഓരോ പ്രദേശത്തുകാർക്കും ഓരോ ബന്ധങ്ങളുണ്ടാവും. അവരെ പേരെടുത്ത് ചീത്ത വിളിക്കുക മാത്രമല്ല, അവർ മുശ്രിക്കുകളാണ്, അവർ ഭ്രാന്തന്മാരാണ് എന്നൊക്കെ പ്രസംഗിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ കേരളത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ ജിന്നുകളുടെ ബാഹുല്യത്തിൽ മുജാഹിദുകൾ തളർന്നു നിൽക്കുന്നുണ്ടെങ്കിലും അവിടുത്തെ കരകയറി സജീവമായി ഗോതയിൽ അവരിറങ്ങുകയാണ്.
അത്തരം സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ പഴിക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ മഹത്തുക്കളായ ഔലിയാക്കളെയാണ്. അവരുടെ കറാമത്തുകളും അവരുടെ ബഹുമതികളുമാണ് ഇടിച്ചു താഴ്ത്തുന്നതും ഇകഴ്ത്തുന്നതും. ആ ബഹുമാനവും അവരുടെ ആദരവും അത് ഉയർത്തിപ്പിടിക്കുക എന്നത് അള്ളാഹുവിനോട് ചെയ്യുന്ന, അള്ളാഹുവിന്റെ ദീനിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ധർമ്മമാണ്. ആ ധർമ്മമാണ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരായ നാം ഏറ്റെടുക്കേണ്ടത്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നമ്മുടെ KSയിലൂടെ അതുപോലെ നമ്മുടെ മതസ്ഥാപനങ്ങളിലൂടെ നമ്മൾ നിർവഹിക്കുന്നത് അതാണ്. പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിനെ നമുക്കിവിടെ നിലനിർത്തണം. അതിനുവേണ്ടി നമുക്ക് ഖിദ്മത്ത് ചെയ്യണം. അതിനാണ് മഹാനായ ശംസുൽ ഉലമ തന്റെ ജീവിതം വിനിയോഗിച്ചത്. അതുപോലെ മഹാനായ കണ്ണൂർ ഉസ്താദ് തന്റെ നീണ്ട ആയുസ് വിനിയോഗിച്ചത് അതിനുവേണ്ടിയാണ്. മാത്രമല്ല അതിന്റെ ഏറ്റവും വലിയ പടപ്പോരാളിയായിരുന്നു മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു. ഇന്നി മുസല്ലത്തുൻ അല ദജ്ജാലീന വൽ കസാബീന വൽ മുനാഫിഖീന വൽ മുബ്തദിഈന. മഹാനായ ഫത്ഹുർ റബ്ബാനിയിൽ ഷെയ്ഖ് ജീലാനി തങ്ങൾ പറഞ്ഞതാണ്, ഞാൻ 4 ആളോട് യുദ്ധത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്, അവരെ ഞാൻ തോൽപ്പിച്ചിരിക്കുകയാണ്, അവരെ ഞാൻ ഒതുക്കിയിരിക്കുകയാണ്. ആരാണ് ആ 4 വിഭാഗം? അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് മുബ്തദിഈങ്ങൾ. തന്റെ കാലത്തുള്ള ഖവാരിജികൾ എന്ന് പറയുന്ന, മുഅ്തസിലത്ത് എന്ന് പറയപ്പെടുന്ന വ്യത്യസ്തങ്ങളായ വിദേഹത്തിന്റെ കക്ഷികളോട് ഒരുപാട് പടപ്പോരാട്ടം നടത്തിയത് തന്റെ ഗ്രന്ഥങ്ങൾ അതിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ഊഞ്ഞ പോലുള്ള പ്രസിദ്ധമായ തന്റെ ഗ്രന്ഥങ്ങൾ അതിന് സാക്ഷ്യം വഹിക്കുന്നതാണ്. വളരെ ഗൗരവത്തിനാണ് തന്റെ ഭാഷകൾ അതിൽ വിനിയോഗിച്ചിട്ടുള്ളത്. വലാ തുസല്ലിമു അലൈഹിം വലാ തുസല്ലു അലൈഹിം ഇദാ മാതു. മരിച്ചാൽ അവർക്ക് ജനാസ നമസ്കാരം പോലും പാടില്ല. ശാഫിഈ മദ്ഹബിനേക്കാളും കുറച്ചുകൂടി കടുത്ത ഭാഷയാണ് തന്റെ ഹംബലി മദ്ഹബിൽ താൻ സ്വീകരിച്ചിട്ടുള്ളത്. ആ ഫത്വ, ആ ഇബാറത്തെടുത്തിട്ടാണ് ശംസുൽ ഉലമയൊക്കെ പഴയകാലത്ത് അവരെ നമ്മുടെ ഖബർസ്ഥാനിൽ നിന്ന് പോലും വർജിക്കണം എന്ന് ഫത്വ കൊടുക്കാൻ ആധാരമാക്കിയിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അത്രയും വലിയ സുന്നത്ത് ജമാഅത്തിന്റെ പടപ്പോരാളികളെ അനുസ്മരിക്കാനാണ് ഈ പരിപാടി നാം സംഘടിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം നമ്മുടെ ജീവന് തുല്യം നാം സ്നേഹിക്കുന്ന നമ്മുടെ സംഘടന, നമ്മളെല്ലാവരെയും ഒരു കൊടക്കീഴിൽ പ്രവർത്തന രീതിയിൽ ഏകോപിപ്പിച്ച ബഹുമാനപ്പെട്ട സംഘടന, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ ഒരു കാലഘട്ടത്തെ കുത്തുബായിരുന്ന മഹാനായ വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങൾ അവർകൾ തന്റെ ആത്മീയ നേതൃത്വം കൊണ്ട്, തന്റെ ആത്മീയ പ്രഭാവം കൊണ്ട് 39 ഔലിയാക്കളായ ആലിമ്യങ്ങളെ മുമ്പിലിരുത്തി 40 ആളുകളാൽ, ഔലിയാക്കളാൽ, ആലിമ്യങ്ങളാൽ, ഉഖ്റവിയായ പണ്ഡിതന്മാരാൽ രൂപീകരിക്കപ്പെട്ട സംഘടന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ സമസ്ത ബഹുമാനപ്പെട്ട ഔലിയാന്റെ സംഘടന, ആ സമസ്ത നമ്മുടെ എല്ലാമായ നമ്മുടെ എല്ലാ പ്രവർത്തനത്തിന്റെയും ഏകോപന രൂപമാണ്. നമ്മളെല്ലാവരും അതിന്റെ കീഴിൽ ഒരു കൊടക്കീഴിലായി പ്രവർത്തിക്കുമ്പോഴാണ് യദുല്ലാഹി അൽ ജമാഅ, അള്ളാഹുവിന്റെ ബറക്കത്തും ശക്തിയും നമുക്ക് ലഭിക്കുക. അങ്ങനെയുള്ള സമസ്തയുടെ 90ാം വാർഷികം വരികയാണ്. നമ്മുടെ തൊട്ട് മുമ്പിൽ, നമ്മുടെ മുമ്പിലെത്തിയിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ ഖിദ്മത്ത് ചെയ്യാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന്റെയൊക്കെ ഒരു ഭാഗവാക്കാകാൻ നമുക്ക് സാധിച്ചല്ലോ എന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്. ഈ സന്ദർഭത്തിൽ അതുമായി ഒക്കെ ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ മാത്രം സംസാരിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്കറിയാം, മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു തങ്ങളുടെ കറാമത്തുകൾ 700-ൽ പരം ഗ്രന്ഥങ്ങൾ തന്നെപ്പറ്റി രചിക്കപ്പെട്ടിട്ടുണ്ട്. 700-ൽ പരം ഗ്രന്ഥങ്ങൾ. ഒരു മനുഷ്യനെ പറ്റി 700-ൽ പരം ഗ്രന്ഥം രചിക്കപ്പെട്ട ആളുകൾ ലോക ചരിത്രത്തിൽ നിങ്ങൾ പരിശോധിച്ചോ ആരൊക്കെയുള്ളത്? ഒരു മനുഷ്യനെ പറ്റി 700-ൽ പരം ഗ്രന്ഥം. ആ മനുഷ്യൻ എഴുതിയതല്ല, ഒരു മനുഷ്യന്റെ വ്യക്തിപ്രഭാവത്തെ പ്രകാശിപ്പിക്കാൻ 700-ൽ പരം ഗ്രന്ഥം. അതിലേറ്റവും ചെറിയ ഗ്രന്ഥമാണ് മലയാളി മനസ്സിൽ പ്രചരിച്ച മുഹിയുദ്ദീൻ മാല. ഇൻഷാ അല്ലാഹ് വരുന്ന 5-ാം തീയതി അല്ലേ, മുഹിയുദ്ദീൻ മാലയെ സംബന്ധിച്ചൊരു പ്രഭാഷണം അബുദാബിയിലുണ്ട്. ഞാൻ അതിലേക്ക് അതുകൊണ്ട് നീണ്ടു കിടക്കുന്നില്ല. എന്നാൽ മുഹിയുദ്ദീൻ മാലയിലെ ചെറിയൊരു വരി, ഈ 3 മഹത്തുക്കളുമായി ബന്ധപ്പെട്ട് ചെറിയൊരു വരി മാത്രം ഞാൻ ഇവിടുന്ന് 2 വാക്കിൽ ഒതുക്കി വിശദീകരിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ ഖാദി മുഹമ്മദ് എന്ന് പറയുന്ന കോഴിക്കോട്ട് കുറ്റിച്ചിറയിലെ പള്ളിയുടെ ചാരത്ത് പടിഞ്ഞാറ് ഭാഗത്ത് ഹൗദിന്റെ പരിസരത്ത് മറവിട്ട് കിടക്കുന്ന വലിയ പണ്ഡിതൻ, ഇബ്നു ഹജറിന്റെ സതീർത്ഥനായ പണ്ഡിതൻ, മഹാന് രചിച്ച 155 ബൈത്തുകളുള്ള മുഹിയുദ്ദീൻ മാലയിലെ ഒരു വരി, അവരെ താടിയെല്ലാം തലസ്ഥാനത്തായാരെ അങ്ങീനെ തീരാ സങ്കടം തീർത്തോവർ.
മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം പറയുകയാണ്. അത് ഷെയ്ഖ് ജീലാനിന്റെ മാത്രം മഹത്വമല്ല, അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ സ്വഭാവമാണ് പറഞ്ഞത്. എന്താണ് ആ ബൈത്തിൽ പ്രകാശിപ്പിച്ചത്? ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു തആല അൻഹുവിനെ ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും ജനങ്ങൾ ഇങ്ങനെ വിളിക്കും, യാ ഷെയ്ഖ് ജീലാനി, യാ ഗൗസുൽ ആലം, ഇല്ല ഇങ്ങനെ ജനങ്ങൾ വിളിക്കുക. പല ആവശ്യത്തിനും വിളിക്കും. ഏറ്റവും പ്രധാനമായി തന്നെ വിളിച്ചത് തന്റെ കാലഘട്ടത്തിൽ മുരീദുമാറായിരുന്നു. അവർക്ക് എല്ലാ അർത്ഥത്തിലും അത്താണിയായി നിലകൊണ്ടു ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി തങ്ങൾ അവരുടെ ആളുകൾ ഇങ്ങനെ വിളിക്കുമ്പോൾ ഷെയ്ഖ് ജീലാനി ഓരോരുത്തരടുത്തേക്കും പോവുകയാണ്. വല്ല നീന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാ ഉത്തേരം നൽകും ഞാൻ എന്നോവർ. ഓരോരുത്തരും ഇങ്ങനെ വിളിക്കുകയാണ്. വിളിക്കുമ്പോൾ എങ്ങനെയാ ഉത്തരം നൽകുന്നത്? ഓരോ തടിയായി രൂപം പ്രാപിച്ച് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഷെയ്ഖ് ജീലാനി പ്രത്യക്ഷപ്പെടുകയാണ്. മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ഒരുപാട് മനുഷ്യരായി ഒരുപാട് ആളുകളുടെ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുകയാണ്. ഒരാൾ ഒന്നിൽ പരം തടി പ്രാപിക്കുന്നത് എങ്ങനെ? വലിയൊരു ചിന്തിക്കേണ്ട, ഒരുപാട് നേരം ഈ വിഷയം മുഹീദ്ദീൻമാല പഠനത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ എന്നെ ഉത്തരം മുട്ടിച്ച, ഒരുപാട് പിന്നെയും ആലോചിച്ചിട്ട് ഒരു മറുപടി കിട്ടാത്ത ഒരു വിഷയമായി എനിക്ക് അനുഭവപ്പെട്ടതാണ്. ഞാൻ ചിന്തിച്ചു നോക്കുമ്പോ അതിനെപ്പറ്റിയുള്ള പഠനം തുടർന്നപ്പോൾ ഒരുപാട് തെളിവുകളുടെ കൂമ്പാരങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 1, 2, 3, 5 അല്ല. ഇന്നലെ ഞാൻ വെറുതെ ഫ്ലൈറ്റിൽ ഇരുന്ന് ഒറ്റയ്ക്കിരുന്നപ്പോ ഇങ്ങനെ സെർച്ച് ചെയ്യാണ്. അപ്പൊ വീണ്ടും തെളിവ് വരികയാണ്. ഇതിന്റെ വെയ്ത്തിന് ഇങ്ങനെ തെളിവ് വരികയാണ്. 1, 2 എന്നല്ല, ഒരുപാട് സംഭവങ്ങൾ കാണാം. എന്താണ് സംഭവം? അൽ ഈമാൻ യഅ്മലുൽ അജായിബ്. ഈമാൻ കൊണ്ട് ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്നതിന്റെ ചെറിയൊരു ഉദാഹരണമാണ്. ചെറിയൊരു സംഭവം മാത്രം പറയാം. ഒരു സഹാബി, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു അൻഹു, സയ്യിദുനാ അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു അൻഹു, ആ സഹാബിന്റെ പ്രത്യേകത മഹാനരാണ്. ബാങ്ക് സ്വപ്നം കണ്ട സഹാബി. ആളുകളെ പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി ഒരുമിച്ച് കൂട്ടാൻ എന്ത് മാർഗം സ്വീകരിക്കണമെന്ന് നബിയും സഹാബത്തും മദീന പള്ളിയിൽ വെച്ച് ചർച്ച നടത്തി. ആ ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു. പലരും പല അഭിപ്രായം പറഞ്ഞു. ബെല്ലടിക്കാം, മണിമുട്ടാം, ആളുകളെ വിളിച്ചു ചേർക്കാം, ഓരോ സമയത്ത് വിളിക്കാൻ ആളുകളെ ഓരോ സ്ഥലത്ത് നിശ്ചയിക്കാം, പല അഭിപ്രായങ്ങളും പറഞ്ഞു. ഹദീസിൽ കാണാം. ഒടുവിൽ പിറ്റേന്ന് രാവിലെ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നൊരു സഹാബി പറയാണ്, സയ്യിദുനാ അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു അൻഹു പറയാണ്, നബിയേ, ഞാനൊരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം? ബാങ്കിന്റെ ലഫ്ലുകൾ മൂപ്പരിങ്ങനെ ഉരുവിട്ടിട്ട് പറഞ്ഞു, ഇത് 5 നേരം ബാങ്കിന്റെ സമയത്ത് വിളിച്ചു പറഞ്ഞാൽ, നിസ്കാരത്തിന്റെ സമയത്ത് വിളിച്ചു പറഞ്ഞാൽ അത് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടാനുള്ള കാരണമാണ്. ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടതാണെന്ന് ബഹുമാനപ്പെട്ട ഈ സഹാബി റസൂലുള്ളാഹിനോട് സ്വപ്നം പറഞ്ഞു. ഇത് പറഞ്ഞു തീരേണ്ട താമസം പിന്നെ പലരും ഇങ്ങനെ പറയാൻ തുടങ്ങി, ഞാനും കണ്ടു. അങ്ങനെയാണ് ഇസ്ലാമിൽ ബാങ്ക് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ആ സഹാബി ബഹുമാനപ്പെട്ട സയ്യിദുനാ അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുത്ത് ഒരു ദിവസം ഓടി വരികയാണ്. വലിയൊരു പ്രശ്നവുമായിട്ട് വരികയാണ്. ഇവർക്ക് വലിയൊരു പ്രശ്നം. റസൂലുള്ളാഹിനോട് കംപ്ലൈന്റ് പറയാനാ വരുന്നത്. നബിയേ, ഞാൻ ചിലപ്പോ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ റസൂലുള്ളാഹിനെ എനിക്ക് ഓർമ്മ വരും. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് റസൂലുള്ളാഹിന്റെ മനസ്സിലിങ്ങനെ ഓർമ്മ വരും. ആ ഓർമ്മ എനിക്കിങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ നിങ്ങളെ കാണണമെന്ന് വരും. അങ്ങനെയാണ് സ്നേഹം എന്ന് പറയുന്നത്. അതിനെ അട്ടിമറിക്കാൻ ലോകത്ത് ആർക്കും സാധ്യമല്ല. അതൊരു വലിയ സംഭവമാണ്. ഒരാളെ സ്നേഹിച്ചു പോയാൽ അവരെ അടർത്താൻ ലോകത്തായിരിക്കാൻ കഴിയുക? രാജകൊട്ടാരത്തിൽ വസിച്ച ലൈല മജ്നൂൻ, ഇല്ലേ, ലൈലയിൽ ഭ്രാന്തനായ ഒരു മനുഷ്യൻ, അദ്ദേഹം രാജകൊട്ടാരത്തിലെ വളരെ മനോഹരമായ ജീവിതം നയിച്ച ആ മനുഷ്യൻ ഏതോ ഒരു പെണ്ണുമായുള്ള, ഏതോ ഒരാണുമായുള്ള സ്നേഹബന്ധത്തിനിടയിൽ അവർ രണ്ടാളും രാജകൊട്ടാരം വിട പറഞ്ഞുകൊണ്ട് തെരുവോരങ്ങളിലൂടെ ഭ്രാന്തന്മാരായി നടന്നത് സ്നേഹത്തിന്റെ ഒരു ഉദാഹരണമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചാൽ അവരെ മുറിക്കാൻ ലോകത്തൊന്നിനും സാധ്യമല്ല. അത്രയും ശക്തിയുള്ളതാണ്. 20 വയസ്സുവരെ അല്ലെങ്കിൽ 18 വയസ്സുവരെ ബാപ്പാന്റെയും ഉമ്മാന്റെയും കൂടെ ജീവിച്ച പൊന്നുമോള് ഏതോ ഒരു നിമിഷത്തിൽ ആരോ ആയി, ഏതോ ഒരു ദുർബല നിമിഷത്തിലുണ്ടായ സ്നേഹം മുഖേന ബാപ്പാനെ മറന്ന്, ഉമ്മാനെ മറന്ന്, കുടുംബത്തെ മറന്ന്, നാളെ ഈ ചെറുപ്പക്കാരൻ എന്നെ എവിടെ എത്തിക്കുമെന്ന ചിന്ത മറന്ന് ഇറങ്ങിപ്പോന്നില്ലേ? ഇല്ലേ? കോടതി പരിസരത്ത് വെച്ച് മാതാവും പിതാവും കോടതിയിൽ വന്ന് ചോദിക്കുക, പോലീസ് ചോദിക്കും, അല്ലെങ്കിൽ കോടതി ചോദിക്കുക, നിനക്ക് ബാപ്പനെ വേണോ ഉമ്മനെ വേണോ? എനിക്ക് അവർ രണ്ടാളെയും വേണ്ട, ഞാൻ സ്നേഹിക്കുന്നവനെ മതി എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നത് സ്നേഹത്തിന്റെ കടുപ്പമാണ്. അത് വലിയ സംഭവമാണ്. സ്നേഹം മനുഷ്യനെ ഭ്രാന്തനാക്കും.
സ്നേഹം മനുഷ്യന്റെ രോഗം മാറ്റും. മഹാനായ ഇമാം ബൂസൂരി റളിയല്ലാഹു തആല അൻഹുവിന്റെ സ്നേഹഭ്രാന്തിന്റെ ലോകമാണ് ബുർദ. അതിങ്ങനെ അംഹബ്ബത്തിർരീഹു മിൻ തിൽകാഇ കാദിമതി വഅൗമൽ ബർഖു ഫിദ്ദൽമാഇ മിൻ ഇളമി. ഇമാം ബൂസൂരി ഇങ്ങനെ ഇരിക്കുമ്പോ മദീനത്തുനിന്ന് കാറ്റ് വരും പോലെ തോന്നുകയാണ്. കാറ്റ് നബിയെ പറ്റി സംസാരിക്കുന്നത് പോലെ അനുഭവപ്പെടുകയാണ്. അത് സ്നേഹത്തിന്റെ ഒരു സ്വഭാവമാണ്. മഹാനായ അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു എന്നും പറയുന്നത്, നബിയേ, ബഹുമാനപ്പെട്ടവർ തന്റെ വീട്ടിൽ ഒറ്റയ്ക്ക് മുറിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ റസൂലുള്ളാഹിനെ ഇങ്ങനെ ഓർമ്മ വരും. ആ ഓർമ്മ അങ്ങനെ വർദ്ധിച്ചു വരും. നബി ഇപ്പം കാണണമെന്ന് തോന്നും. സംസാരിക്കാൻ നിൽക്കാതെ അദ്ദേഹം ഓടി ചെല്ലും. മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ചെല്ലും. റസൂലുള്ളാഹിന്റെ അടുത്ത് ചെല്ലുമ്പോഴോ റസൂലുള്ളാഹിനെ ഒന്ന് കണ്ടാൽ ആ കത്തൽ തൽക്കാലം ഒന്ന് അടങ്ങിക്കിട്ടും. ആ ആണിക്കത്തുന്ന സ്നേഹം തൽക്കാലം അതിനൊരു ശാന്തി കിട്ടും. വീണ്ടും തിരിച്ചു പോകും. മഹാനായ അബ്ദുൽ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ചിന്തിക്കുകയാണ്, പടച്ചവനെ, എന്റെ മനസ്സിൽ ഇങ്ങനെ സ്നേഹം വർദ്ധിച്ചു വരുമ്പോൾ, എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധമുള്ള സ്നേഹം എനിക്ക് വർദ്ധിച്ചു വരുമ്പോൾ, ഹബീബിന്റെ ചാരത്ത് പോയി അവിടുത്തെ പുണ്യഭൂമുഖം ഒന്ന് കണ്ട് അവിടുത്തെ കൈപിടിച്ചൊരുമ്മ വെച്ചാൽ എന്റെ സ്നേഹത്തിന്റെ കത്തലിന് തൽക്കാലം ഒരു സമാധാനം ലഭിക്കുമെങ്കിൽ എന്റെ ഹബീബ് വഫാത്തായി പോയാൽ ഞാൻ എന്ത് ചെയ്യും? സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എങ്ങനെയാ നബിനെ കാണും? എന്റെ ഈ സ്നേഹം ആരടക്കി നിർത്തും? ഞാൻ എന്നെ എങ്ങനെ നിയന്ത്രിക്കുമെന്ന് ചിന്തിക്കുകയാണ്, കരയുകയാണ്. വീണ്ടും ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്ന, പടച്ചവനെ, ഞാൻ നാളെ മരിച്ചുപോയാൽ, എന്റെ ഹബീബ് മരിച്ചുപോയാൽ, നാളെ മഹ്ശറിലെത്തിയാൽ, നാളെ സ്വർഗത്തിലെത്തിയാൽ പോലും എനിക്ക് നബിയെ കാണാൻ കഴിയുമോ? നബിനെ കാണാൻ കഴിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, എന്നെ കൂടുതൽ എനിക്ക് സ്വലാത്ത് ചെല്ലിയാൽ എന്റെ അടുത്തുണ്ടാകുക നാളെ, ഇല്ലേ? അപ്പൊ ഈ സ്വലാത്ത് ചെല്ലുന്ന ആളൊക്കെ കൂടി ഒന്ന് വന്നാൽ മഹ്ശറെ എങ്ങനെയാ നബിനെ കാണുക? എല്ലാവരും കൂടി ഒന്ന് വന്നാൽ, ആലപ്പുഴയിൽ നമ്മൾ സമ്മേളനത്തിൽ പോയാൽ നമ്മളെ നേതാവ് ബഹുമാനപ്പെട്ട ശൈഖുന ചെറുശ്ശേരി ഉസ്താദ്, അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ, ചെറുശ്ശേരി ഉസ്താദിനൊന്നും തൊടാൻ നമുക്ക് കിട്ടുമോ? നമ്മൾ എത്ര സ്നേഹിച്ചിട്ട് ദുബായിൽ നിന്ന് ലീവ് എടുത്തിട്ട് ടിക്കറ്റ് എടുത്തിട്ട് പോവാൻ. അഭിവന്ദനായ ചെറുശ്ശേരി ഉസ്താദിന്റെ രോമത്തിന് ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ നമ്മൾ ഇരിക്കോ? കൊടുക്കൂലേ? നമ്മൾ അത്രയും അടങ്ങാത്ത നമ്മൾ ഈ സ്നേഹത്തോടെ 10,000 ഉറുപ്പിന്റെ ടിക്കറ്റ് കൊടുത്ത് ആലപ്പുഴ സമ്മേളനത്തിൽ പോയ ചെറുശ്ശേരി ഉസ്താദിന്റെ ദൂരെന്ന് ഒരു പിക്ചർ കാണാന്നല്ലാതെ അടുത്തെത്താൻ നമുക്ക് കഴിയോ? കൊച്ചു കേരളത്തെ ഒരു 8-10 ജില്ലന്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സംഘടന ഇല്ലേ? നമ്മൾ കേരളത്തിലെ 14 ജില്ലകളിൽ വളരെ കുറഞ്ഞൊരു പ്രദേശങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥ. നമ്മുടെ കേരളത്തിൽ നിന്ന് ലോകത്ത് എവിടെയൊക്കെ ആളുകൾ പോയി വർക്ക് ചെയ്യുന്നുണ്ടോ അവിടെയുള്ള ആളുകളും. അത് ഒഴിച്ചു നിർത്തിയാൽ ലോകം വിശാലമാണ്. ജനസാന്ദ്രത നിറഞ്ഞ ലോകം വളരെ വിശാലമാണ്. ലോകത്തിന്റെ എല്ലാ ജനങ്ങളുടെയും എല്ലാ കാലഘട്ടത്തിലെയും ജനങ്ങളുടെ ഒരു നേതാവ് സർവ്വ അനുയായികളോടൊപ്പം നാളെ മഹ്ശറിൽ ഒരുമിച്ച് കൂടിയാൽ, ആ കോടാനുകോടി ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത് കാലഘട്ടത്തിൽ കടന്നുപോയ, കാലാന്തരങ്ങളിൽ കടന്നുപോയ സ്വലാത്തിന്റെ ആശയങ്ങളായ മുത്തറസൂലിന്റെ ഇസ്ലാമിന്റെ പ്രബോധകരായ പ്രവർത്തകരായ കോടിക്കണക്കിന് ജനങ്ങൾ, ആശയങ്ങൾ ഹബീബിന്റെ ചാരത്ത് ഒരുമിച്ച് കൂടുമ്പോ എനിക്കെന്റെ ഹബീബിന്റെ അടുത്തൊന്ന് നിൽക്കാൻ എനിക്ക് കഴിയുമോ? ചിന്തിക്കണ്ടെന്നില്ല. ശരി, സാധിക്കുമോ? നമുക്ക് ചെറുശ്ശേരി ഉസ്താദിനൊന്നും തൊടാൻ നമുക്ക് കഴിയില്ലെങ്കിൽ സമ്മേളനത്തിന് എത്ര ആളാ വരിക? നമ്മുടെ നാട്ടിൽ 10,000 സമസ്തക്കാർ നാട്ടിലുണ്ടെങ്കിൽ 10 ആളുകളെ പോവുള്ളൂ. നമ്മളെ സ്വഭാവത. എന്നാൽ തന്നെ അവരെ കൊണ്ടങ്ങ് നിറയാണ്. ആ ശ്വാസം തന്നെ ചെറുശ്ശേരി ഉസ്താദിനെ ഒരു പിക്ചറിൽ അല്ലെങ്കിൽ ഒരു ഫോട്ടോയിൽ അല്ലെങ്കിൽ ഒരു ടിവിയിലോ സ്ക്രീനിലോ നമുക്ക് കാണാൻ കഴിയും ദൂരമുള്ള ആളുകൾക്കൊക്കെ. അത്രമാത്രമേ നമുക്ക് കഴിയുമെങ്കിൽ നാളെ മഹ്ശറിൽ നബിയേ അങ്ങേ എനിക്ക് കാണാൻ കഴിയുമോ? അങ്ങയുടെ അടുത്തേക്ക് നിൽക്കാൻ കഴിയുമോ? ഇത് ചിന്തിച്ചിട്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു അൻഹു കരയുകയാണ്. ആ കരച്ചിൽ നിയന്ത്രിക്കാൻ കഴിയാതെ അദ്ദേഹം നേരെ ചെല്ലുകയാണ് ഇലാ ഹദറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്താണ് വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ നിസാഇന്റെ 69-ാമത്തെ വചനം ഇറങ്ങുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن يطع الله ورسوله فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء
فأولئك رفيقا. ഒരാൾ അല്ലാഹുവിന് വഴിപ്പെട്ടു, റസൂലുള്ളാഹിക്ക് വഴിപ്പെട്ടു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച് അനുസരിച്ച് നടക്കുന്ന ഒരു മുഅ്മിൻ, ആ ആയത്ത് കൊണ്ട് അവതീർണമായ തന്റെ മുമ്പിലേക്കുന്ന പ്രധാനമായി വിശുദ്ധ ഖുർആൻ ഇറങ്ങാൻ പശ്ചാത്തലമായ സഹാബി ഒന്നാമത് മുറാദാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു. അവരെ പോലുള്ള എത്രയോ കോടിക്കണക്കിന് ആളുകൾ അവർ നാളെ മഹ്ശറിൽ വന്നാൽ ഫൗലായിക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന, അവരുടെ അവർ സാരം തന്നെ അവർക്ക് ലഭിക്കുന്നതാണ്. അതല്ലേ ആ സാഹിബിന്റെ സംശയം? അതെങ്ങനെ നടക്കുന്നല്ലേ സംശയം? അവരുടെ കൂടെ ഉണ്ടാവുന്ന ഖുർആൻ. അതെങ്ങനെയാണോ സഹാബിന്റെ സംശയം? അവരെ കൂടെ ഉണ്ടാകുമെന്ന് ഖുർആൻ. അതെങ്ങനെ സംശയത്തിന് മറുപടിയാകുന്നു? ആ സംശയത്തിന് മറുപടിയാകണമെങ്കിൽ എല്ലാ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങൾക്കും അവരിഷ്ടപ്പെട്ടതുപോലെ അവരുടെ കൂടെ റസൂലുള്ളാഹി ഉണ്ടാവണം. അപ്പോഴേ സംശയത്തിന് മറുപടിയാവുള്ളൂ. അപ്പൊ അങ്ങനെയാകുമെന്നാണ് അതിനർത്ഥം. അതങ്ങനെയാ കോടിക്കണക്കിന് ജനങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ മുറാഫഖത്ത് ഒരേ സമയത്ത് ലഭിക്കുക, ആഗ്രഹിക്കുന്നത് പോലെ ലഭിക്കുക. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതങ്ങനെ സംഭവിക്കും, അതങ്ങനെ സംഭവിക്കും. അങ്ങനെ അല്ലാഹു തആല ആ രീതി മാറ്റിയെടുക്കും. അങ്ങനെ അല്ലാഹു തആല സ്വർഗത്തിൽ സംഭവിപ്പിക്കുമെന്നാണ് ആയത്തിൽ പറയുന്നത്. ഒന്നുകൂടി പറയാം, ഒറ്റ ഒരു കാര്യം, ഇത് ഒന്നുകൂടി മനസ്സിലാകാൻ തബീന് വേണ്ടി പറയാം, അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഖബറിലുള്ള മനുഷ്യന്റെ ഖബറിന്റെ ആ അവസ്ഥയിലേക്ക്, ഖബറിലേക്ക് രണ്ട് മലക്കുകൾ ഭൂമിയുടെ അടിഭാഗത്തുനിന്ന് കുത്തി തുറന്നുകൊണ്ട് തന്റെ തലയിലുള്ള കൊമ്പുകൾ കൊണ്ട് ഭൂമി കുത്തി തുറന്ന് രണ്ട് മലക്കുകൾ വരും. മുങ്കറും മനക്കീർ മലക്കാനി അസ്വദാനി അസ്റഖാനി. രണ്ട് കറുകറുത്ത രണ്ട് മലക്കുകൾ, പൂച്ചക്കണ്ണുള്ള രണ്ട് മലക്കുകൾ ഇരുട്ടറയാകുന്ന ഖബറിലേക്ക്, ആ ഇരുട്ടിന്റെ ഉള്ളിൽ പ്രകാശിക്കുന്ന ഏക ഘടകത് പൂച്ചക്കണ്ണാണ്. ഇരുട്ടിൽ കറുത്ത പൂച്ചയുടെ പൂച്ചക്കണ്ണ് എടുത്തു കാണിക്കുന്നത് പോലെ പൂച്ചക്കണ്ണുള്ള രണ്ട് മലക്കുകൾ കാലുവരെ എത്തുന്ന രോമങ്ങൾ കൊണ്ട് വലിച്ചു നടക്കുന്ന രണ്ട് മലക്കുകൾ, ഒരു കുന്തവും പിടിച്ചു വരുന്ന രണ്ട് മലക്കുകൾ. ആ കുന്തത്തിന്റെ വലിപ്പം മനുഷ്യരും ജിന്നുകളും മുഴുവനും കൂടിപ്പൊക്കിയാലും പൊങ്ങാത്ത ആ കുന്തം പിടിച്ചു വരുന്ന രണ്ട് മലക്കുകൾ. ആ മലക്ക് ഒരാളെ കൊണ്ടുവരും. ആ ആളെ കൊണ്ടുവന്ന് ഈ മനുഷ്യന്റെ മുമ്പിലേക്ക്, ഖബറാളിന്റെ മുമ്പിലേക്ക് ചോദിക്കുകയാണ്, ഈ മനുഷ്യനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? മുഅ്മിനായ മനുഷ്യൻ പറയും, അറിയാം അറിയാം, ഹാദാ നബിയുല്ലാഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നാട്ടിൽ കോളറ പിടിച്ചിട്ട് 10,000 ആൾ ഒരേ സമയത്ത് മരിച്ചു, അല്ലെങ്കിൽ 10,000 ആൾ ഒരാൾ സമയത്ത് മരിച്ചു. എല്ലാവരുടെ ഖബറിലും ഈ റസൂലുള്ളാഹിനെ കൊണ്ടുവരണ്ടേ? സല്ലല്ലാഹു അലൈഹി വസല്ലം. ജനമോഹങ്ങൾ മുഴുവനും നിറഞ്ഞു കിടക്കുകയാണ് ഓരോ ദിവസം മരിച്ച വാർത്ത. എല്ലാ പത്രത്തിലും, കർണാടകത്തിൽ വേറെ, മലയാളത്തിന്റെ പത്രത്തിൽ മരിച്ച ആളുകൾ വേറെ, ഓരോ എഡിഷനിൽ കൊടുക്കുന്ന ചരമ വാർത്തയല്ല മറ്റേ എഡിഷനിലുള്ളത്, ഇല്ലേ? അത്രയും മരണങ്ങൾ നടക്കുന്നു. ഈ മയ്യത്തുകളൊക്കെ കബറിൽ കൊണ്ടുവച്ചാൽ റസൂലുള്ളാഹിനെ കൊണ്ടുവരാണ് ഈ രണ്ട് മലക്കുകൾ. അപ്പൊ എത്ര റസൂൽ വേണം? സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഞാൻ പറയുന്നതല്ല, ഇത് ഞാൻ ഇസ്തിംബാത്ത് ചെയ്ത് എന്റെ വക വ്യാഖ്യാനിച്ചുണ്ടാക്കി പറയുന്നതല്ല. ലോകം കണ്ട പണ്ഡിത ഗുരു, മഹാനായ മഖ്ദൂമിന്റെ പൊന്നോമന ഉസ്താദ്, ബഹുമാനപ്പെട്ട മക്കത്തിന്റെ മുഫ്തി, ശാഫിഈ മദ്ഹബിന്റെ അരുമസേവകൻ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു തന്റെ ഫത്വാവൽ കുബ്രയിൽ ഈ സംഭവത്ത് പറയാണ്. അപ്പൊ ഒരേ സമയത്ത് ഒരുപാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടി വരും, ഇല്ലേ? റസൂലുള്ളാഹിന്റെ സൂറത്ത് കൊണ്ടുവരുന്ന ഒരൊറ്റ ഹദീസിലുമില്ല, റസൂലുള്ളാഹിന്റെ ഫോട്ടോ കൊണ്ടുവരുന്നില്ല, റസൂലുള്ളാഹിനെ കൊണ്ടുവരും. മാ തഖൂലു ഫീ ഹാദർ റജുൽ, ഈ മനുഷ്യനെ പറ്റി നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? റസൂലുള്ളാഹിനെ കൊണ്ടുവന്നിട്ട് ചോദിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒരേ സമയത്ത് ആയിരക്കണക്കിന് ജസദുകൾ, 10,000കണക്കിന് തടികൾ, ശരീരങ്ങൾ, അതിലേറെ എത്രയോ ഇരട്ടിയേറെ ശരീരങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന് അവിടെ നിർമ്മിക്കപ്പെടുകയും അങ്ങനെ അവരെല്ലാവർക്കും കാണാൻ അവസരം കൊടുക്കുകയുമാണ്. അപ്പൊ കുറെ റസൂൽ ഉണ്ടാകലാണോ? എല്ലാ ഒരു റസൂലിനാണ് തന്നെ ഓരോരുത്തർക്കും മുമ്പിലുള്ളതുപോലെ അനുഭവപ്പെടലാണോ? അതിന്റെ കൈഫിയത്ത് എന്താണ്, അതിന്റെ രൂപം എന്താ നമുക്കറിയില്ല. സംഭവം അങ്ങനെ ഉണ്ടാവും.
ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരൊക്കെ മുമ്പിലേക്ക് വരികയാണ്. അവരൊക്കെ നോക്കുകയാണ്, കാണുകയാണ്, സംസാരിക്കുകയാണ്. ആ റസൂലുള്ളാഹിന്റെ മുഖം നോക്കി ചില മുഅ്മിനീങ്ങൾ മരണവേദന അറിയാതെ മരിച്ചു പോവുകയാണ്. അങ്ങനെ ഒരു സംഭവം ബഹുമാനപ്പെട്ട സഹീഹുൽ ബുഖാരി പറയുന്നു. എങ്കിൽ അതുപോലെ മുത്തുമൂമിനീങ്ങൾ നാളെ മഹ്ശറിലെത്തിയാൽ ആരാണോ റസൂലുള്ളാഹിക്ക് സ്വലാത്ത് ചൊല്ലിയവർ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരാണോ റസൂലുള്ളാഹിന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്തവർ, അവർക്ക് അടുത്ത ചാരത്ത് അവർക്ക് റസൂലുള്ളാഹിന്റെ മുറാഫഖത്ത് ലഭ്യമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എങ്കിൽ ആ കറാമത്ത് അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് അല്ലാഹു കൊടുക്കുന്ന കറാമത്താണ്. അതാണ് ശൈഖ് ജീലാനിയെ പറ്റി സുന്ദരമായ വരികളിലൂടെ ഖാദി മുഹമ്മദ് തങ്ങൾ പറയുന്നത്. അവരെ താടിയെല്ലാം തലസ്ഥാനത്തായാല് അങ്ങനെ തീര സങ്കടം തീർത്തോർ. മഹാനായ ശംസുൽ സ്ഥാപനം അല്ലാഹു മർത്തബ ഒരു കാലഘട്ടത്തിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ പടപ്പ് മുജദ്ദിദുൽ ഉമ്മ എന്ന് ലോകം ഒരുപോലെ വിശേഷിപ്പിച്ച പണ്ഡിതന്മാരുടെ പണ്ഡിതനായ മഹാനായ ശൈഖുനാ ശംസുൽ സ്ഥാപനം അല്ലാഹു മർത്തബ ഒരു ദിവസം പാടത്തുകായി അന്തിമശ്രമം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട 4 തരീഖത്തുകളുടെ സുൽത്താനായ ദീനത്ത് മംഗലാപുരത്ത് ദീനത്ത് മസ്ജിദിന്റെ ചാരത്തന്തിശ്രമം കൊള്ളുന്ന ലക്ഷദ്വീപുകാരനായ ബഹുമാനപ്പെട്ട സുൽത്താൻ ലാസഖീർ മുഹമ്മദ് മൗലവി ബുഖാരി തങ്ങളുടെ 11 ലക്ഷം മുരീദുമാരിൽ ഉന്നതനായ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന തന്റെ ഖലീഫയായിരുന്ന പാടത്തായി സാധുത മൗലാ തങ്ങളെ ഒരു വലിയ 4 പടി ഉണ്ടാകുന്നതിന്റെ രൂപം എങ്ങനെയാണ് ഒന്ന് പറയുമോ എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സാധുത മൗലാ തങ്ങൾ സംശയയോട് പറഞ്ഞൊരു മറുപടിയുണ്ട്. ഈ കേട്ടാൽ 4 പടിയല്ല, ഒരു 40 പടി ഉണ്ടായാൽ എങ്ങനെ മതിയാകാനാണ്? എവിടെയൊക്കെയാണ് ഒരു ശൈഖ് പ്രത്യക്ഷപ്പെടേണ്ടതുണ്ട്? ബഹുമാനപ്പെട്ട പാടത്തായി സാധുത മൗലാ തങ്ങൾ ചോദിച്ചതുപോലെ ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി ഖദ്ദസല്ലാഹു തങ്ങളുടെ ജീവിതത്തിൽ തനിക്ക് കണക്കിന് മുരീദുമാരുണ്ടായിരുന്നു. അവരുടെ പ്രശ്നത്തിലും ഞാൻ നേരിട്ടോടെ കിട്ടുന്ന ശൈഖ് ജീലാനി പ്രഖ്യാപിച്ചതാണ്. അവരെ എല്ലാം തലസ്ഥാനത്തായ അങ്ങനെ തീര സങ്കടം തീർത്തോ. അതെങ്ങനെയാണ് സാധിക്കുന്നത് എന്ന ചോദ്യത്തിന് അൽ ഈമാൻ യഅമലുൽ അജായിബ്, ഈമാൻ സൃഷ്ടിക്കുന്ന ഒരു അത്ഭുതമാണ്. അതിന്റെ കൈഫിയത്ത്, അതിന്റെ രൂപം ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി ഞാൻ സ്ഥലത്തിന്റെ പേര് അവിടെയാണ്, അതാണ് വിഷയം. ഞാൻ അങ്ങോട്ട് ഇപ്പം പോകുന്നില്ല. ഈ വൈകിയ വേളയിൽ ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർ, പ്രത്യേകിച്ച് മഹാനായ ശംസുൽ ഉലമ ഉസ്താദ് നവറല്ലാഹു മർഹബം, ശംസുൽ ഉലമാന്റെ കാൽപാദങ്ങളാണ് യഥാർത്ഥത്തിൽ കർണാടകത്തിൽ സമസ്ത പിളർന്നപ്പോ സമസ്തയിൽ നിന്ന് മാറിയുന്ന ആളുകൾ ഏതാണ്ട് അധിക ആളുകൾ ആ ഭാഗത്തുള്ള ആളുകളാണ്. പക്ഷെ അവിടെയുള്ള ജനങ്ങൾ മുഴുവനും സമസ്തന്റെ കൂടെ നിൽക്കാനുള്ള ഏക കാരണം ശംസുൽ ഉലമന്റെ ഇടക്കിടക്കുള്ള കർണാടക യാത്രകളാണ്. ശംസുൽ ഉലമ ഉറൂസിനെ സംബന്ധിക്കാത്ത മക്കാം എവിടെയാ കർണാടകത്തിലുള്ളതില്ലേ? വലിയ വലിയ മക്കാമുകളൊക്കെ ശംസുൽ ഉലമ അവസാനം വരിക. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമന്റെ ആ ഒരു സാന്നിധ്യം കൊണ്ട് തന്റെ നാട്ടുകാരായ വലിയ വലിയ ആളുകൾക്ക് മറുഭാഗത്ത് ചാടിയപ്പോഴും ശംസുൽ ഉലമന്റെ കൂടെയാ കർണാടകം മുഴുവനും നിലകൊണ്ടത്. ബഹുഭൂരിഭാഗവും കർണാടകവും അല്ലേ ബഹുമാനപ്പെട്ട സമസ്തന്റെ കൂടെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്ലാറ്റ്ഫോമിൽ നമ്മളെ നിർത്തിയത് ശംസുൽ ഉലമാനെ, കണ്ണൂത്ത് ഉസ്താദിനെ ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദുമാർ കണ്ടിട്ടാണ്. അവരെ സ്നേഹം കൊണ്ടെങ്കിലും അൽ മർഉ മഅ മൻ അഹബ്ബ, അവരോടൊപ്പം നാളെ സ്വർഗ്ഗത്തിലും അല്ലാഹു നമ്മൾ ഒരുമിച്ച് കൂടി തരട്ടെ. പഠിച്ചവനെ, പരിശുദ്ധ ദീനിനെ ഈ സമസ്തന്റെ കൊടിക്കീഴിലായി ഒരുമിച്ചുകൂടി പ്രവർത്തിക്കാൻ നമുക്ക് നീ തൗഫീക്ക് തരണം റഹ്മാനെ. പഠിച്ചവനെ, ഇസ്ലാമിക ദഅവത്തിന് വിഘാതമാകുന്ന ദോഷങ്ങളും സയ്യിഅത്തുകളും സ്വഭാവങ്ങളും ഞങ്ങളിൽ ഉണ്ടെങ്കിൽ അതെല്ലാം നീ ശുദ്ധിയാക്കി പരിശുദ്ധ ഇസ്ലാമിന്റെ നീ പൊരുത്തപ്പെടുന്ന ദായങ്ങളിൽ ഞങ്ങളെ പെടുത്തണം റഹ്മാനെ. പരിശുദ്ധ ദീനിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് തരണം റഹ്മാനെ. ഈ സദസ്സിൽ ഇവിടെ വന്നിരിക്കുന്ന ബഹുഭൂരിഭാഗം ആളുകളും നാട്ടിൽ പല ബുദ്ധിമുട്ടുണ്ടായിട്ട് ഇവിടെ ജോലിക്ക് വേണ്ടി വന്നവരാണ്. വളരെ അപൂർവങ്ങളെ വളരെ സന്തോഷത്തിൽ ജീവിക്കുന്നവരുണ്ടാവുള്ളൂ. ഒരുപാട് പ്രയാസങ്ങളുള്ളവരാണ്. ഒരുപാട് ആളുകൾ നമ്മളിൽ നീ അടുത്തൊക്കെ മരണപ്പെട്ടു പോയവരുണ്ട്. അവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. നമ്മുടെ രോഗങ്ങൾ, കുടുംബത്തിന്റെ രോഗങ്ങൾ അല്ലാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ പ്രാരാബ്ധങ്ങൾ അല്ലാഹു തീർത്തു തരട്ടെ. നമ്മുടെ ബുദ്ധിമുട്ടുകൾ അല്ലാഹു എല്ലാം പരിഹരിച്ചു തരട്ടെ. പരിശുദ്ധ ദീനിന്റെ സ്ഥാപനം, പ്രത്യേകിച്ച് KC എന്ന് പറയുന്ന ഈ സ്ഥാപനം കർണാടക ഇസ്ലാമിക് സെന്റർ അല്ലേ, ഈ മഹത്തായ സ്ഥാപനം അല്ലാഹു അതിന് നീ അഭിവൃദ്ധിപ്പെടുത്തി തരണം റഹ്മാനെ. കർണാടകത്തിന്റെ വെളിച്ചമാക്കി നീ അതിനെ ഉയർത്തി തരണം റഹ്മാനെ.